ഇനി എനിക്ക് പറയാനുള്ളത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊന്നും എതിർക്കുകയോ അത് തെറ്റാണെന്ന് പറയുകയോ അതിനൊന്നും ഞാൻ ആളല്ല. കാരണം എനിക്ക് കിട്ടിയ ബോധ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അല്ലാതെ ഇപ്പം ഒരുപാട് വൈദികർ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്, ധ്യാന ഗുരുക്കന്മാർ പറയുന്നുണ്ട്. അവരൊന്നും പറയുന്നത് തെറ്റാണെന്ന് പറയാനല്ല ഞാനിത് ചെയ്യണത്. അവർ പറയണത് അവരുടെ ശരി, ഞാൻ പറയണത് എനിക്ക് കിട്ടിയൊരു ബോധ്യം. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തത് തന്നെ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ കുർബാന പല വിചാരം കൂടാതെ അർപ്പിക്കാൻ കഴിയണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പലർക്കും നമ്മൾ കുർബാനയ്ക്ക് വരുമ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തകളാണ്. നമുക്ക് ആലോചിക്കാനുള്ള ഒരുപാട് സമയമുണ്ട്. ആ ചിന്തയിലാണ് പലരും വിശുദ്ധ കുർബാന ബലിയിൽ പങ്കെടുക്കുന്നത്. പല വിചാരം കൂടാതെ നമുക്ക് ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച കാലത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും പല വിചാരം കൂടാതെ വിശുദ്ധ കുർബാന ബലി അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഒരു സംവിധാനം ടി വിയിൽ ഉള്ള കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് അത് രുചിച്ചറിയേണ്ടതാണ്, അല്ലാതെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. രുചിച്ചറിയണം. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ രുചിച്ചറിയാനാണ്. അതാണ് ഈശോ നമുക്ക് തന്ന തന്നെ ശരീരവും രക്തവും. ആ ശരീരവും രക്തവും നമ്മുടെ നാവിൽ വന്ന് രുചിക്കണം. അപ്പോഴാണ് അത് ജീവനുള്ളതാവുന്നത്. ഈശോയുടെ ശരീരവും രക്തവും ജീവനുള്ളതായിട്ട് വരണമെങ്കിൽ നമ്മളത് രുചിച്ച് അറിയണം. അല്ലാതെ ടി വിയിൽ കാണുമ്പോൾ അത് നമ്മുടെ കണ്ണുകൾക്ക് കിട്ടുന്ന ഒരു ആസ്വാദനമാണ്. കണ്ണുകൾ കൊണ്ടാണ് അത് കാണുന്നത്. അത് നമുക്ക് രുചിച്ചറിയാനോ അത് നമ്മുടെ ഉള്ളിൽ അതൊന്നും നടക്കില്ല. ടി വിയിലല്ല വിശുദ്ധ കുർബാന കാണേണ്ടത്. വിശുദ്ധ കുർബാന കാണേണ്ടത് നേരെ വന്ന് പല വിചാരം കൂടാതെ ആ വിശുദ്ധ കുർബാനയെ രുചിച്ച് അറിയാനുള്ളൊരു ഭാഗ്യമാണ്. അതാണ് വിശുദ്ധ കുർബാന. ഇപ്പം ഈ വിശുദ്ധ കുർബാന പലരും ടി വിയിൽ കാണുന്നത് അതിൻ്റെ ഒരു കാരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പ്രായമായ മാതാപിതാക്കൾക്ക് അവർക്ക് ഒരു ബെഡിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് കുർബാനയിൽ പങ്കെടുക്കാം. അതൊരു ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്. ഞാനത് ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്കതാണ് സൗകര്യമെങ്കിൽ അവരത് ചെയ്തത്. പക്ഷേ അത് ഈ കുർബാനയായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. ഈശോയുടെ ബലിയായിട്ട് അതിന് ബന്ധം ഉണ്ടാകത്തില്ല. കാരണം അത് ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ കുർബാന ബലിയർപ്പണം പ്രോഗ്രാമല്ല, അത് ജീവിതത്തിൽ ഒരു അനുഭവമാണ്. അതാണ് അത് രുചിച്ചറിയണമെന്ന് പറയുന്നത്. അപ്പം വീടുകളിൽ പ്രായമായി കിടക്കുന്ന കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു കുർബാന നേരിട്ട് കാണാനുള്ള ഭാഗ്യം മക്കൾ ഉണ്ടാക്കി കൊടുക്കണം. അത് അവരുടെ കടമയാണ്. അല്ലാതെ മരിച്ചു കഴിയുമ്പം കുറേ ചിലവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് കുർബാന ചെല്ലിച്ചിട്ടോ അതൊന്നും, അതിനേക്കാളൊക്കെ എല്ലാം മുമ്പ് അവർ ജീവിച്ചിരിക്കുമ്പം അവർക്ക് ഈ സൗകര്യം ചെയ്തു കൊടുക്കുക. കുർബാനയിലൊന്നും കുർബാന ചെല്ലിച്ചുകൊണ്ടൊന്നും ആത്മാവിനെ സ്വർഗത്തിൽ വിടാനൊന്നും ആരും വിചാരിക്കണ്ട. അത് പോകുകയില്ല. അത് തെറ്റായ ഒരു വലിയ തെറ്റാണത്. ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ ആൾ അപ്പം തന്നെ സ്വർഗത്തിലേക്ക് കയറുന്നതാണ്. എന്താണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പോലും അറിയത്തില്ല. ഗ്രിഗോറിയൻ കുർബാനയുടെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ സത്യം അതൊന്നും അറിയാണ്ടാണ് ഈ പറഞ്ഞത്. ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ 5000 രൂപ ആറാം. ഇപ്പം സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ട് ഇപ്പം അതിനെക്കൊണ്ട് 12,000 15,000 കണ്ടായി, റേറ്റ് കൂടി. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ ചെയ്യേണ്ട കാര്യമല്ല. അത് ഒരു കോൺഗ്രിഗേഷനിലുള്ള മുഴുവൻ വൈദികരും ഒരു മാസം ബോസിച്ച് ഇരുന്നിട്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ചെല്ലുന്നൊരു കുർബാനയാണ് ഗ്രിഗോറിയൻ കുർബാന. പക്ഷേ അത് ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടാനൊന്നും അതിന് സാധിക്കത്തില്ല. അതുകൊണ്ടത് നടക്കില്ല. അപ്പോൾ നമുക്ക് ഒരാൾ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ
ഭാര്യയോ ഭർത്താവോ ആരെയും സുഖമില്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുർബാനയ്ക്ക് പങ്കെടുപ്പിക്കുക. അതാണ് ജീവിക്കുമ്പം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അത് കുർബാനകളൊന്നുമില്ല. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളത്, അത് വിശുദ്ധിയോടെ സ്വീകരിക്കണം. അല്ലെങ്കിൽ അതിന് യാതൊരു അർത്ഥമില്ല, വിലയില്ല, മൂല്യമില്ല. ടി വിയിൽ കുർബാന നടന്നു കഴിഞ്ഞാൽ അത് കള്ളുഷാപ്പിൽ കുർബാനയുണ്ട്, കള്ളുഷാപ്പിൽ ടി വി ഉണ്ട്, അവരും കുർബാന വയ്ക്കും. ബ്രാൻഡി ഷാപ്പിലുണ്ട്, ബാറിലുണ്ട്, അവരും കുർബാന വയ്ക്കും. കുടുംബത്തിൽ തല്ലു പിടിക്കുന്നവരുണ്ട്, അവരുടെ ഇടയിലും ഈ കുർബാനയുണ്ടാവും. അപ്പം അതല്ല കുർബാന. കുർബാന വിശുദ്ധർക്കുള്ളതാണ്, വിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ടതാണ്, രുചിച്ചറിയേണ്ടതാണ് വിശുദ്ധ കുർബാന. അല്ലാത്തത് വിശുദ്ധ കുർബാനയല്ല. അതിന് വേറെ വല്ല പേര് പറയാൻ പറ്റുള്ളൂ. ഈശോ സകല ജാതി മനുഷ്യർക്ക്, സകല ജാതിക്കും സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയ ഒരു രക്ഷയാണ് ഈ തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ചു കൊടുക്കുന്നത്. പക്ഷെ അത് സകല ജാതിയൊന്നും ഇത് അനുഭവിക്കുന്നില്ല. ഇപ്പം അനുഭവിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ അത് അനുഭവിച്ചിട്ട്, അത് ആ ബലിയിൽ പങ്കെടുത്ത് ആ ഈശോയുടെ ശരീര രക്തവും സ്വീകരിച്ചിട്ട് അതേപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് സ്വീകരിക്കാനുള്ള, ഇതിനകത്തേക്ക് വരാനുള്ള പ്രചോദനം ഉണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കാണിച്ചു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് പങ്കുവയ്ക്കപ്പെടണം. ഇന്ന് എത്രയോ പേരാ ദിവസവും കാലത്ത് കുർബാനയ്ക്ക് വരുന്നത്, എത്രയോ പേര് കുർബാന സ്വീകരിക്കുന്നു, എത്രയും പേര് ആ കുർബാനയിൽ പങ്കെടുത്തു പോകുന്നു. പക്ഷേ അവരുടെ ജീവിതവും ആ കുർബാനയായിട്ട് ആരും ബന്ധമുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ആരും അത് സ്വീകരിക്കാതെ, അതിനകത്തേക്ക് വേറെ ആരും വരാത്തത്. അല്ലെങ്കിൽ എല്ലാവരും ഇതിനകത്തേക്ക് വന്നേനെ. നമ്മൾ സ്വീകരിക്കുന്ന തിരുശരീര രക്തം യോഗ്യതയോടുകൂടിയാണോ സ്വീകരിക്കുന്നത് നമ്മൾ പരീക്ഷ നോക്കണം. ഇത് പിന്നെ അത് തെറ്റല്ലേ? അതിന് എന്ത് ചെയ്യണം? നമ്മൾക്ക് എല്ലാവരും പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്, എല്ലാവരും പള്ളിയിൽ വരും, എല്ലാവരും ചിലവർ രാവിലത്തെ കുർബാനയ്ക്ക് വരും, രണ്ടാമത്തെ കുർബാനയ്ക്ക് വരും. അങ്ങനെ സ്ഥിരം പള്ളിയിൽ വരുന്ന കുർബാന കാണുന്ന ചില വ്യക്തികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ദേവാലയത്തിൽ എത്തിയിരിക്കണം. 10 മിനിറ്റ് മുമ്പ്, അത് മസ്റ്റായിരിക്കണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വന്നാൽ പോരാ, 10 മിനിറ്റ് മുമ്പ്. പക്ഷെ 10 മിനിറ്റ് മുമ്പേ വന്ന് നമ്മൾ ഒരുങ്ങണം. നമുക്കിവിടെ നമ്മുടെ പാവങ്ങളെക്കുറിച്ച് ഈശോയുടെ മുമ്പിൽ പറഞ്ഞ് നമ്മൾ ഒരുങ്ങണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ കുർബാന തുടങ്ങുമ്പോൾ കയറി വരാം, പകുതിയാകുമ്പോൾ കയറി വരാം, എന്നിട്ട് അവരും വിശുദ്ധ കുർബാന സ്വീകരിക്കും, ഈശോയുടെ ശരീരരക്തം അവരും സ്വീകരിക്കും. അതിൽ യാതൊരു അർത്ഥമില്ല, അതൊക്കെ തെറ്റാത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ മകള് ബാംഗ്ലൂരോ എവിടെയെങ്കിലും പഠിക്കുന്നു. ആ മകള് പറയാണ്, പപ്പ ഞാൻ നാളെ വൈകുന്നേരം 7 മണിക്ക് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങും, പപ്പ എന്നെ കൊണ്ടുപോകാൻ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോൾ പോകും? നിങ്ങളെപ്പോൾ അവിടെ ചെല്ലും? നിങ്ങൾ 7 മണിക്ക് മകള് വരും, ഇന്ന വണ്ടിക്ക് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 6:30-എങ്കിലും നിങ്ങൾ അവിടെ ചെന്നിരിക്കും. അവിടെ ചെന്ന് വന്ന വണ്ടികളെല്ലാം നോക്കും. ഇനി ഒരു 7 മണിക്ക് വരും എന്ന് പറഞ്ഞ് 7-ന് 5 മിനിറ്റ് ഉള്ളപ്പം നമ്മുടെ പിതാവ് വന്ന് എന്താ ഇവിടെ നിൽക്കണേ വിവരം ചോദിച്ച് നമുക്കൊരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു സർബത്ത് വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളെ വിളിച്ച് നിങ്ങൾ പോവുമോ? നിങ്ങൾ പോകത്തില്ല. കാരണം 7 മണിക്ക് ബസ് വന്ന് ഇറങ്ങുമ്പം നിങ്ങളുടെ മകൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മകളെ കാണുന്നത് വേറെ വല്ല ഓടയിലോ വല്ല കത്തിക്കരിഞ്ഞതോ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും. അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ ആ മകൾക്ക് വേണ്ടി നിങ്ങൾ അരമണിക്കൂർ മുമ്പേ ചെല്ലും, ബസ് സ്റ്റാൻഡിൽ ചെല്ലും കാത്ത്. പക്ഷേ അതിലും നിങ്ങളുടെ മകളിനേക്കാൾ വലിയതാണ് ഈശോ, വിശുദ്ധ കുർബാനയിൽ വരുന്ന ഈശോ. അതിലൊക്കെ എത്രയോ ഉന്നതങ്ങളിലുള്ളതാണ്. ആ ഈശോയുടെ അടുത്ത് 10 മിനിറ്റ് മുമ്പ് വരാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. എല്ലാവരും ഓടി വരും. ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഓടി വരും. കുർബാന തുടങ്ങുമായിരിക്കും തന്നെ. വീടിൻ്റെ പള്ളിയിലൊക്കെ തൊട്ടടുത്തുള്ള ആൾക്കാരായിരിക്കും അത് അങ്ങനെ ചെയ്യുന്നത്.
അവർ കുർബാനയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ വരും ഏറ്റവും മുമ്പിൽ. ഈ കുർബാന തുടങ്ങിയിട്ട് വരുന്നവരാണ് ഏറ്റവും മുമ്പിൽ കയറി നിൽക്കുള്ളൂ. അതല്ല, എവിടെ നിന്നാലും ദേവാലയത്തിൻ്റെ ഏത് മൂലക്ക് നിന്നാലും ബലി അർപ്പണം എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഭവമാണ്. അത് രുചിച്ചറിയണമെങ്കിൽ അതിന് നേരത്തെ വന്ന് ഒരുങ്ങിയാൽ മാത്രമേ അതിനകത്ത് രുചിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് രുചിച്ചറിയാൻ സാധിക്കത്തില്ല. നമ്മൾ നോക്കി, ഈ 1 കൊറിന്തോസിൻ്റെ 11:27 ഒരു വചനമുണ്ട്. നിങ്ങളെല്ലാവരും വായിച്ചതായിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റേതായ വിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയി തീരുന്നതിന് ചിലർ മരിച്ചു പോകുന്നതിനും കാരണം ഇതാണ്. അപ്പം ഈ വിശുദ്ധ കുർബാന, അതായത് ഈശോയുടെ ശരീരരക്തം യോഗ്യതയോടുകൂടി കഴിക്കണം. അയോഗ്യതയോട് കഴിച്ചാലുള്ള കാര്യമാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ യോഗ്യതയോടെ കഴിക്കാൻ പറ്റും? ഇതെങ്ങനെ യോഗ്യതയോടെ സ്വീകരിക്കും? അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എങ്ങനെ യോഗ്യതയോടുകൂടെ ഇതിനെ സ്വീകരിക്കാൻ പറ്റും? എൻ്റെ അറിവിൽ ഇതുവരെ ആരും ആ യോഗ്യതയോടുകൂടെ ഇത് ഭക്ഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അറിയത്തില്ല ഇതെങ്ങനെ യോഗ്യതയിലേക്ക് പോകണമെന്ന്. എല്ലാവരും കുമ്പസാരിച്ച് കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാം. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതാണ് യോഗ്യത. കുമ്പസാരം എന്നുള്ളത് സഭയുടെ ഇതാണ്. അതല്ലാതെ കുമ്പസാരം ഈ കുർബാനയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കുമ്പസാരിച്ചാൽ അത് നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഒരാളോട് പറയുമ്പം വേറെ ആൾ പറയുമ്പോൾ അതിൽ നിന്ന് കുറേ വിടുതൽ കിട്ടും. കുമ്പസാരിക്കണം. അത് സഭ ഒരുക്കിയതാണ് കുമ്പസാരം. ഈ കുമ്പസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയില്ല. പക്ഷെ കുമ്പസാരിച്ച് കൊണ്ട് ഈ പറഞ്ഞ ഈ യോഗ്യത ഉണ്ടാകത്തില്ല. കുമ്പസാരം സഭയുടെ കൂദാശയാണ്. സഭ ഒരുക്കിയിരിക്കുന്ന സഭയുടെ കൂദാശയിൽപ്പെടുന്നതാണ് കുമ്പസാരം. ഇനി ഇതിനകത്ത് പാപം, നമ്മുടെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുദിനം പാപം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അനുദിനം ഓരോ നിമിഷവും നമ്മളുടെ പാപം ഉണ്ട്. നമ്മളത് അറിയുന്നില്ല, നമ്മൾക്ക് അറിയാനും പാടില്ല. നമ്മളൊക്കെ ആയിരിക്കും നമ്മളൊന്നും പ്രത്യേകിച്ച് ഒരു പാപം ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ അനുദിനം പാപം ചെയ്യുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഇത് അയോഗ്യതയോടെയാണ് ഇത് കഴിക്കണമെന്ന് പറഞ്ഞത്. യേശുവിൻ്റെ ശരീരരക്തം അയോഗ്യതയോടെ കഴിക്കാൻ പാടില്ല. അത് യോഗ്യതയോടെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ കാരണം എങ്ങനെ യോഗ്യത ഉണ്ടാവും, എങ്ങനെ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാം? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമുക്കെങ്ങനെ ഇത് സ്വീകരിക്കാൻ പറ്റും? നമ്മൾ ഈ 10 മിനിറ്റ് മുമ്പേ നമ്മൾ ദേവാലയത്തിൽ വരുന്നു. നമ്മൾ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വളരെ ഭയഭക്തിയോടെ നിന്നിട്ട് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, ഇതാ എന്നെ ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈശോയുടെ കാര്യങ്ങളിൽ ഞാൻ ഉറങ്ങി. ഒരു പുതിയ പ്രഭാതം എനിക്ക് ഈശോ നൽകി. ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഞാനിന്ന് ഈ ബലി അർപ്പിക്കപ്പെടുമ്പോൾ എന്നിലുള്ള പാവങ്ങൾ, അനുദിന പാവങ്ങളെ എൻ്റെ ഈശോയുടെ കുരിശിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ ജീവനുള്ള ശരീരത്തിൽ നിന്നും ഒഴുകിയ ആ ജീവനുള്ള തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാവങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് എനിക്ക് യോഗ്യതയോടുകൂടി ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം
തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ 4 അവയവങ്ങളെ നമ്മൾ ഈശോയുടെ മുമ്പിൽ കൊടുക്കണം. അതിനിടെല്ലാം പാവം വരുന്നതാണ്. കണ്ണ്, കാത്, നാവ്, ഹൃദയം, നമ്മുടെ മനസ്സ്. അത് ഈ 4 പാവങ്ങളുടെയും നമ്മൾ അനുദിനം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ 4 അവസ്ഥയെ നമ്മൾ മാറ്റിയിട്ട് വേണം, ഒഴിവാക്കിയിട്ട് വേണം ഈശോയുടെ തിരുശരീരവും തിരുരക്തവും യോഗ്യതയോടെ സ്വീകരിക്കാൻ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പല വിചാരം കൂടാതെ ആ ബലിയിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയരുത്, അത് സാധിക്കില്ല എന്ന് പറയരുത്. സാധിക്കും. നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. അപ്പം നമ്മുടെ കണ്ണുകളാണ് ആദ്യമേ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ടത്. ഈശോയെ, എൻ്റെ പാവം വന്ന വഴി, എൻ്റെ കണ്ണിലൂടെ വന്ന പാവത്തെ ഞാൻ എൻ്റെ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പം എന്താണ് കണ്ണുകൊണ്ട് നമ്മൾ പാവം ചെയ്യുന്നത് ഇല്ലേ? മത്തായിയുടെ സുവിശേഷം 5:28 പറയുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കണ്ണിൻ്റെ ഒരു പാപം അതാണ് നമ്മൾ കാണുന്നത്. അതല്ലേ പറഞ്ഞത്, നിനക്ക് കണ്ണില്ലായിരുന്നെങ്കിൽ നിനക്ക് പാപം ഉണ്ടാവില്ലായിരുന്നു, നീ പാപം ചെയ്യില്ലായിരുന്നു. ഇതിനകത്ത് ഈശോ പറയുന്ന ഒരു വലിയ കാര്യമാണത്. നമ്മൾ വേറെ ഒരു തെറ്റും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു തെറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പാപമായില്ലേ? നമ്മുടെ യോഗ്യത പോയില്ലേ? ആ സാഹചര്യത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയുടെ കുരിശിലേക്ക് കൊടുക്കണം. ഈശോയെ, എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട പാപം ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു. അടുത്തത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം പറയുന്നു, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അപ്പോൾ കണ്ണാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിനെയും മുഴുവൻ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഇരുട്ട് കണ്ണില്ലെങ്കിൽ മുഴുവൻ ഇരുട്ടായിരിക്കും. അന്നേരം നമുക്ക് വേറൊന്നും സംഭവിക്കുകയില്ല. ഇപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പാവമാണ്, അത് വലിയ പാവമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. യേശുവിനോട് പറയാം, യേശുവിൻ്റെ കുരിശിലേക്ക് അതിനെ സമർപ്പിക്കുക. ഈശോയെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട പാവം ഈശോയുടെ കുരിശിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അപ്പം ഈശോ അത് ഏറ്റെടുക്കും. അതിനുശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കാതാണ്, നമ്മുടെ ചെവി. നമ്മളത് നിസ്സാരമാണെങ്കിലും അതിലൂടെ നമുക്ക് വരുന്ന എന്തോരം പാവമാണെന്നറിയുമോ? നമ്മുടെ കാതിലൂടെ നമ്മൾ കേൾക്കുന്ന എത്രയോ പാവമാണ്, എത്രയോ കാര്യങ്ങൾ അത് പാവമാണ്. ഇത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു അയോഗ്യതയാണ്. നമുക്ക് ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കാനുള്ള അയോഗ്യതയാണ് അതൊക്കെ. അതായത് ഇപ്പം നമ്മൾ പരദൂഷണം പറയുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ അത് കേൾക്കുന്നവനാണ്. പരദൂഷണം പറയുന്ന ഒരു വ്യക്തി അത് വേറൊരാളുടെ കാതിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ അത് കേൾക്കുന്നവനാണ്. നമ്മളത് ഒരാൾ അറിഞ്ഞും അതായത് ഇല്ലാത്തതും അനാവശ്യമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ചെവിട്ടിൽ പറയുമ്പോൾ നമ്മളതിനെ ആസ്വദിച്ച് കേൾക്കുക. ആസ്വദിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും ഓർക്കണം, ആ വ്യക്തിക്ക് എന്തോരം വേദനയുണ്ടാവും. ആരെക്കുറിച്ചാണത് പറയുന്നത്? ആ പറയപ്പെടുന്ന വ്യക്തിയുടെ വേദന, ആ മനുഷ്യൻ്റെ മനസ്സ് മുറിയല്ലേ. നമ്മളിത് നമ്മുടെ കാതിൽ കേട്ടിട്ട് എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ആളോട് അതിൻ്റെ ഒന്നിന് ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കും. ഇല്ലേ? അതല്ലേ അതിൻ്റെ സത്യം. അങ്ങനെയല്ലേ ഇന്ന് നടക്കണേ? ഇന്നിപ്പം ഒരാളുടെ ഒരു കുറവ് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഓരോരുത്തർ പരദൂഷണങ്ങളെന്ന് പറഞ്ഞു അവർ കേൾക്കുന്നത് അല്ല മറ്റവരോട് പറയണേ, അതിൻ്റെ ഇരട്ടിയായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് ആ വ്യക്തി
ആ പരദൂഷണത്തിന് രൂപപ്പെടുത്തുന്ന ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ വേദനയും നമുക്ക് അറിയത്തില്ല. അതൊരു വലിയ പാപമാണത്. വലിയ പാപം എന്ന് പറഞ്ഞാൽ വലിയ പാപമാണത്. അത് ചെയ്യരുത്. ആ പാപത്തെയും ആ കാതുകളെയും നമുക്ക് എന്ത് ചെയ്യണം? ഈശോയുടെ കുരിശിലേക്ക് കൊടുത്ത് പാപമോചനം മേടിക്കണം. കാരണം ഈശോയെ, ഞാൻ എൻ്റെ കാതുകൾ വഴി വന്ന പാപത്തെ ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു. എനിക്കതിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. മൂന്നാമത്തേത് നാവാണ്. നമ്മുടെ നാവിനെ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയോട് പറയുക, ഈശോയെ, എൻ്റെ നാവ് മൂലം വന്ന പാപം അത് ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുകയാണ്. എന്തിനാ? എനിക്ക് ഈശോയുടെ ശരീരരക്തം യോഗ്യതയോടെ ഭക്ഷിക്കാൻ. യോഗ്യതയോടെ ഭക്ഷിക്കുമ്പോഴാണ് നമ്മളിൽ ഈശോയുടെ ജീവൻ നമ്മളിൽ തുടിക്കപ്പെടുന്നത്. നിങ്ങളൊന്ന് സ്വീകരിച്ച് നോക്ക്. വിശുദ്ധിയോടുകൂടി ആ നമ്മുടെ പാവങ്ങളെ, അനുദിന പാപങ്ങളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, ഈശോയുടെ ശരീരരക്തം സ്വീകരിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ വിട്ടുപോകും. നമ്മുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയായിരിക്കും, ഒരു പ്രത്യേക ചൈതന്യമായിരിക്കും. അത് അനുഭവിക്കണ്ടേ? ആ ഈശോയുടെ ജീവൻ നമ്മൾ അനുഭവിക്കണം. ആ ഈശോയുടെ ജീവൻ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോയ പാപം അത് ഈശോയ്ക്ക് സമർപ്പിച്ചു കൊടുക്കുക, ഈശോയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. യാക്കോബിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം പറഞ്ഞിട്ടുള്ള നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. ശരിയല്ലേ? നാവ് തീയല്ലേ? നമ്മുടെ നാവ് കൊണ്ടൊക്കെ നമ്മൾ പറയുന്ന എന്തോരം കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ ചങ്ക് കത്തിച്ചളയണേ, കുടുംബം തകർന്നു പോകണേ, ആ വ്യക്തിയുടെ ജീവിതം നശിക്കണേ. എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു, എത്ര പേര് നശിച്ചു പോകുന്നു, എത്ര കുടുംബങ്ങൾ വേർപെട്ടു പോകുന്നു, എത്രയും മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താ കാരണം? നമ്മുടെ നാവാണ്. അതാണ് യാക്കോസ്ലിയ പറഞ്ഞത്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. ആ നാവിലാണ് നമ്മൾ ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കുന്നത്. അതൊരു വലിയ അപരാധമാണ്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ആ വലിയ പാപത്തിൽ നിന്ന് നമ്മൾക്ക് ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കണം. അല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ നിങ്ങളതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അത് ചെയ്യണം. അത് കാരണം നമ്മൾ അനുദിനം പാപം ചെയ്യണം. അല്ലെങ്കിൽ നമ്മളാരായിരിക്കും? നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ദൈവമാവും. അപ്പോൾ 2 ദൈവം വരും. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ 2 ദൈവത്തിൽ വിശ്വസിക്കണം. 2 ദൈവമാകാൻ പാടില്ല. അപ്പോൾ പാപം ചെയ്യും, എല്ലാ ദിവസവും അനുദിനം പാപം ചെയ്യും. അനുദിനം പാപം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഞാനൊരു വലിയൊരു പാപം ചെയ്തതായിട്ട് എനിക്കറിയുന്നില്ല. ഞാൻ ആർക്കും ഒരു രോഗം അല്ലെങ്കിൽ ഒരു പാപം ചെയ്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ പേഴ്സണൽ പ്രയറിൽ, എൻ്റെ വെളുപ്പിനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്ത പാപം, ആ തലേ ദിവസം ചെയ്ത പാപം എനിക്ക് കാണിച്ചു തരും. ഞാൻ അന്തിച്ചു പോകും. ഞാൻ എന്താ എനിക്ക് ആ പാപത്തിന് കാരണം? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അത് നമ്മുടെ അവയവങ്ങളിൽ കണ്ണുകൊണ്ട് കണ്ടൊരു പാപം, ചെവി കൊണ്ട് കേട്ട പാപം, നാവ് കൊണ്ട് പറഞ്ഞ പാപം, ഇതിൻ്റെ എല്ലാത്തിലും മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയ പാപം. അപ്പം അനുദിന പാപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ വിടുതൽ മേടിക്കണം. ഈശോയുടെ കുരിശിലേക്ക് നമ്മളതിനെ കൊടുക്കണം. അതിനാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ഈശോയുടെ കുരിശ് രൂപം വെച്ചിരിക്കുന്നത്. ആ കുരിശ് രൂപത്തിലേക്ക് നമ്മുടെ ഈ കുറവുകളെ ഈശോയ്ക്ക് ഇട്ടുകൊടുക്കണം. അല്ലേ? നാവ് എന്താ പറയണേ? നാവ് തീയാണെന്ന് പറയുന്നത്. സുഭാഷിതം 6:17 പറയുന്നുണ്ട്, കർത്താവ് മ്ലേച്ഛമായി കരുതുന്ന ഒന്നാണ് വ്യാജം പറയുന്ന നാവ്. കള്ളത്തരം പറയുന്ന നാവാണ് മ്ലേച്ഛമായി കർത്താവ് കാണുന്നത്. ആ മ്ലേച്ഛമായ നാവിലേക്കാണ് നമ്മൾ ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കുന്നത്. നമ്മുടെ ശുദ്ധമായ ഹൃദയത്തിലും ശുദ്ധമായ നാവിലും ഈ തിരുശരീരം വരുമ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതിനകത്ത് രക്തം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതിനകത്ത് മാംസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നാവ് ശുദ്ധമാണെങ്കിൽ മാത്രമേ ഇത് രണ്ടും അവിടെ ഉണ്ടാവുകയുള്ളൂ.
അപ്പം നാവിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈശോയുടെ കുരിശിലേക്ക് ഇട്ട് കൊടുക്കണം, വെച്ച് കൊടുക്കണം. അപ്പോൾ ഈശോയുടെ കുരിശ് നമ്മുടെ നാവിലെ അതിനടുത്ത് മാറ്റിത്തരും. അതാണ് ഏറ്റവും വലിയ പ്രക്രിയ. നാവിലൂടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. നാവിൽ ശുദ്ധിയില്ലെങ്കിൽ അത് വെറും ഗോതമ്പപ്പമായി മാറിപ്പോവും. അല്ലാണ്ട് അതിന് വേറെ ഒരു ശക്തിയും അതിലൂടെ കടന്നു വരത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരാളെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും വലിയ ഉപകരണമാണ് നാവ്. ഞാൻ ഈ നാവിൻ്റെ എന്നെക്കുറിച്ചുള്ള പരദൂഷണം പറഞ്ഞപ്പം ഞാൻ ആകെ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വന്നുപോയി. പക്ഷേ എനിക്ക് അതിനകത്ത് ഞാൻ പിടിച്ചു നിന്നതും ഞാൻ സമാധാനപ്പെട്ടതും ഒറ്റ കാര്യത്തിലാണ്. എനിക്ക് ഈശോ കാണിച്ചു തന്നൊരു വചനമുണ്ട്. അതായത് എൻ്റെ ചങ്ക് തകർന്ന് എൻ്റെ ഹൃദയം പൊട്ടി, ഒരു മനുഷ്യന്, പച്ചയായ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നേക്കാൾ അപ്പുറം വേദനയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറ്റുന്നില്ല, ആകെ തകർന്ന് ഞാൻ തരിപ്പണമായി. കാര്യം അത്രയും വലിയ പരദൂഷണമാണ് എന്നെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ ഈശോ എനിക്ക് തന്ന വചനമുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു വലിയ ഇത് ശരിക്കും ഞാൻ ഈ വചനങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈശോ അത് എടുത്തു തന്നപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ സകല വേദനകളും എന്നിൽ നിന്ന് വിട്ടുപോയത്. വ്യാജമായി ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പം എനിക്ക് ഞാൻ കഴിഞ്ഞത് പറഞ്ഞു, എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്ക് 18 രാജ്യങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ പറ്റിയത്. 18 രാജ്യങ്ങൾ അങ്ങനെ സംഭവം, അല്ലെങ്കിൽ ഞാൻ ഇടുക്കി തന്നെ കിടക്കുമായിരുന്നു. അപ്പം ഇതിനകത്ത് ഈശോ കാണിച്ചു തന്ന ഈ 5:11 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേര് എവിടെയായിരിക്കും? നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പം നോക്കി, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ആ സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം. ഞാൻ പോകില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ആശ്വസിക്കാവുന്ന ഒരു വാക്കല്ലേ സ്വർഗത്തിൽ. എനിക്ക് എനിക്ക് അതിനൊരു യോഗ്യത, എനിക്ക് അവിടുന്ന് ഒരു അനുഗ്രഹം, എനിക്ക് അതിനുള്ളൊരു അവസരം ഈ മനുഷ്യനായിട്ട് എനിക്ക് കിട്ടിയില്ലേ. നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഈ പരദൂഷണം പറയുന്ന ഒരു വ്യക്തികൾ, അത് നിങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ പരദൂഷണം പറയുന്ന ആ വ്യക്തിക്ക് അറിയത്തില്ല, ഞാൻ ഈ പരദൂഷണം പറഞ്ഞാൽ അതിൻ്റെ ദൈവ അനുഗ്രഹം കിട്ടുന്നത് പറയപ്പെടുന്ന വ്യക്തിക്കാണ്. ആരെക്കുറിച്ചാണോ പരദൂഷണം പറയുന്നത് ആ പറയപ്പെടുന്ന വ്യക്തിക്കാണ് ആ ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത്. നിങ്ങളൊരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പം തീർച്ചയായിട്ടും ഈ സ്വർഗത്തിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കും, സ്വർഗത്തിൽ അവന് പ്രതിഫലം കിട്ടിയിരിക്കും. ആ സത്യം ആർക്കും അറിയത്തില്ല. ആർക്കെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവരാരെക്കുറിച്ചും പരദൂഷണം പറയില്ല. എന്താ പറയുക? ഞാനായിട്ട് അവൾ സ്വർഗത്തിൽ പോകണ്ട, ഞാനായിട്ട് അവൻ സ്വർഗത്തിൽ പോകണ്ട. അതുകൊണ്ട് പരദൂഷണം എന്നുള്ള ആ പ്രക്രിയ എല്ലാവരും നിർത്തിക്കളയും. ആരും ആരെക്കുറിച്ചും പരദൂഷണം പറയത്തില്ല. കാരണം നമ്മളായിട്ട് അവന് അങ്ങനെയുള്ള മനുഷ്യൻ, അതുകൊണ്ടാണല്ലോ അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഞാനായിട്ട് അങ്ങനെ സ്വർഗത്തിൽ കയറാൻ നിൽക്കണ്ട, ഞാനായിട്ട് നിൻ്റെ പേര് രേഖപ്പെടുത്തണ്ട, ഞാനായിട്ട് നിൻ്റെ പേര് സ്വർഗത്തിൽ വരുത്തണ്ട. ഇത് അറിയണം. ഇത് നമ്മുടെ ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഇത് ലോകത്തിലുള്ള എല്ലാവരും അറിയണം, സർവ്വജാതി മനുഷ്യരും അറിയണം. നമ്മൾ ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ നമുക്കല്ല അതിൻ്റെ ഗുണം. അതൊക്കെ ആ പറയപ്പെടുന്ന വ്യക്തിക്ക് സ്വർഗരാജ്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പരദൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും നടക്കരുത്. ഒരാളെക്കുറിച്ച് ഒരു പരദൂഷണത്തിന് നിങ്ങൾ പോകരുത്.
നിങ്ങളങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നിലെയും ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെക്കുറിച്ചോ നിങ്ങളുടെ അമ്മയെക്കുറിച്ചോ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ നിങ്ങളുടെ ചേട്ടനെക്കുറിച്ചോ അനിയനെക്കുറിച്ചോ ചേച്ചിയെക്കുറിച്ചോ പെങ്ങളെക്കുറിച്ചോ അവരെക്കുറിച്ചോ പരദൂഷണം പറയാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന പരദൂഷണത്തിനകത്ത് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാ? ഈ വ്യക്തികളായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു പരദൂഷണം നിങ്ങൾ പറയരുത്. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറഞ്ഞാൽ അവര് സ്വർഗത്തിൽ കയറും. അവർക്ക് സ്വർഗത്തിൽ ഒരു ഇടം കിട്ടും. അപ്പൊ അത് അത്രയും വലിയ ചതി നിങ്ങൾ ചെയ്യൂ? എനിക്ക് തോന്നണല്ല ഈ സത്യം അത് യോഗനാഥിലെ പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം പലതും നമ്മൾ അറിയാത്തവരാണ്. സത്യം പലതും അറിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമാകും. പിന്നെ ഒരിക്കലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. ഇത് നോക്കി, ഇത് വലിയ സത്യമല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞതാ. നിങ്ങളെക്കുറിച്ച് പരദൂഷണം, മറ്റുള്ളവർ പരദൂഷണം, അവൻ്റെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തും. ഇത് വലിയൊരു രഹസ്യമാണ്. അത് നിങ്ങൾ അറിയുമ്പം ഈ സത്യം നിങ്ങൾ അറിയുമ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാവും. അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചും പറയത്തില്ല. എന്ത് തല പോയാലും ശരി, ഒരാളെക്കുറിച്ചും പരദൂഷണം പറയില്ല. കാരണം പറഞ്ഞാൽ ആ വ്യക്തി സ്വർഗത്തിൽ സ്ഥാനം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പരദൂഷണം പറയുകയാണെങ്കിൽ വേറെ ആരെക്കുറിച്ചും പറയരുത്. നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് മാത്രമേ പരദൂഷണം പറയാൻ പാടില്ല. അവർ പോട്ടെ, നിങ്ങൾക്കാരും പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും? ചവിട്ടുകൊടയിലായിരിക്കും. അവരെങ്കിലും കയറിപ്പോട്ടെ. അതുകൊണ്ട് പരദൂഷണം പറയാൻ പാടില്ല. നിങ്ങളുടെ നാവിനെ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിച്ചോട്ട് അവിടുന്ന് അനുദിന പാപത്തിൽ നിന്നും നിങ്ങൾ രക്ഷ നേടുക. നാലാമത്തേത്, മനസ്സുകൊണ്ടുള്ള പാപം ഏറ്റവും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപമാണ് മനസ്സുകൊണ്ടുള്ള പാപം, ഇല്ലേ? നിങ്ങൾ കുമ്പസാര കൂട്ടി ചെന്ന് നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള പാവം നിങ്ങൾ പറയത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആരും കാണാത്ത പാവം, ആരും അറിയാത്ത പാവം, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പാവം. കാരണം അവനവൻ്റെ ഹൃദയത്തിലാണ് ആ പാവം കൂടിയിരിക്കുന്നത്, അല്ലേ? പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ, നമുക്ക് സ്വസ്ഥമായിട്ട് ചെന്ന് ആലോചിക്കാനും ചിന്തിക്കാനും സമയം കളയാനുള്ള രണ്ട് സ്ഥലം ഈ ലോകത്തുള്ളൂ. ബാക്കി ഒന്ന് ദേവാലയത്തിൽ, പള്ളിയിൽ, രണ്ട് നമ്മുടെ ബാത്റൂമിൽ. ഇവിടെ രണ്ടും ഒരാൾ നമ്മളെ ശല്യം ചെയ്തില്ല, ഒരാളും നമ്മുടെ ഇടയിൽ കയറി സംസാരിക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് സ്ഥലത്തിലും മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ ആൾക്കാരെന്ത് ചെയ്യും? പള്ളിയിൽ ചെന്നിരുന്നിട്ട് ചിലർ, അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല, ചിലർ കുരിശ് വരയ്ക്കണം കണ്ടാൽ തന്നെ പേടിയാവും. ആ കൈയൊക്കെ പോണത് കണ്ട ഇതൊക്കെ എന്തിനാണ് ഈ പാട് കഴിക്കാൻ വരുന്നത്? ഇത് എന്തിനാ? കൊച്ചു പിള്ളങ്ങള് അത് കണ്ടുപിടിക്കുക. അവരിപ്പോ കാണിക്കുന്നേ ഇങ്ങോട്ട് രണ്ടുപേര ടിക്കടി തീർന്ന് കുരിശുകാരും. അത് കൊച്ചുങ്ങൾ കണ്ടുപിടിക്കുകയല്ലേ? ആ കൊച്ചു തലമുറയും അതല്ലേ ചെയ്യത്തുള്ളൂ. അതേ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ മനസ്സാണ് പാവത്തിന്റെ അടുത്ത തലം. നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈശോയെ, എൻ്റെ മനസ്സുകൊണ്ട് ചെയ്ത പാപം ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോ അതിൽ നിന്ന് എനിക്ക് മോചനം നൽകണം. എനിക്ക് യോഗ്യതയോടുകൂടി ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ഒരുക്കി തരണമെന്ന് പറയാം. സുഭാഷിതം 6:12 എന്ന് പറഞ്ഞ്, ദുഷ്ടകൃത്യങ്ങൾ നനയ്ക്കുന്ന എന്നാണ് ഹൃദയം എന്ന് പറഞ്ഞത്. ദുഷ്ടത മാത്രമാണ് ഹൃദയത്തിൽ ഒരുക്കിയെടുക്കുന്നത്. അതാണ് സുഭാഷിതത്തിൽ പറയുന്നത്. ഒരിക്കലും ഹൃദയം കൊണ്ട് നല്ല കാര്യങ്ങൾ 100-ൽ 1-2 പേര് ചിന്തിക്കും. ഇല്ലെങ്കിൽ എല്ലാം ദുഷ്ടത. മറ്റുള്ളവർക്ക് എങ്ങനെ പാരവയ്ക്കാം, മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം. എവിടെ നിന്നുകൊണ്ടാ? ഈ സ്വസ്ഥമായി കിട്ടുന്ന 1/4 മണിക്കൂർ ദേവാലയത്തിൽ ആര് ശല്യം ചെയ്യാത്ത തരത്തിലുണ്ട് ചിന്തിക്കണേ. സ്വസ്ഥമായി ആരെ എങ്ങനെ ദ്രോഹിക്കാം, അടുത്ത വീട്ടുകാരന് എങ്ങനെ ദ്രോഹം നമുക്ക് ചെയ്യാം. ശരിയല്ലേ? ഇത് മനസ്സിലെല്ലാം ചെയ്യുന്നത് എന്താ? തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് ദ്രോഹം ചെയ്യില്ല. അവനെ ദ്രോഹിക്കുമ്പോഴാണ് ഇവന് സുഖം കിട്ടുന്നത്. അവനെ ദ്രോഹിക്കുമ്പോൾ, അവനെ നശിപ്പിക്കുമ്പോഴാണ് ഇവന് സുഖം കിട്ടുന്നത്, ഇല്ലേ?
അല്ലാതെ ഒരു നന്മ പ്രവൃത്തി സഹോദരന് ചെയ്യുമോ? ഒരു ദ്രോഹം അല്ലാതെ നന്മ ചെയ്യുമോ? എല്ലാവരും ചെയ്യുന്നത്, സകല ആൾക്കാരും എനിക്കറിയാവുന്ന എല്ലാം ഒരുവിധം ഒരു 75-90% ആൾക്കാരും മറ്റുള്ള സഹോദരന്മാരെ തൊട്ട് അയലൊക്കത്തും മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നാൽ ഓടിക്കൂടേണ്ടവരാണ് അയലൊക്കത്തുള്ളവർ. അവർക്ക് ദ്രോഹം ചെയ്യുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യം. ഇവർ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. ഇവർ ഈ ദ്രോഹിക്കുന്ന ഈ മനുഷ്യർ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പള്ളിയിൽ പോയി എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പപ്പ, അതിനകത്തൊന്നുമില്ല, ഇതൊന്നും വരത്തില്ല, അതിനകത്തൊന്നും കിട്ടുകയില്ല. സഹോദരനെ ദുഷിപ്പിച്ചുകൊണ്ട്, സഹോദരന് വേദന ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനെ ഒരു വേദനയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് വിശുദ്ധ കുർബാന കണ്ടുകൊണ്ട് യാതൊരു ഫലവും ഒരാൾക്കും കിട്ടത്തില്ല. അതിൽ നല്ലൊരു മാറ്റം വരണം. അതാണ് ദുഷ്ടകൃത്യങ്ങൾ, അത് നനയ്ക്കുന്ന ഹൃദയമാണെന്ന് പറഞ്ഞത്. ആ ദുഷ്ടകൃത്യങ്ങളെല്ലാം നമ്മളിന്ന് മാറ്റിയിട്ട് അതൊക്കെ ഈശോനോട് കൊടുക്കുക. ഈശോയെ, എൻ്റെ ഹൃദയം കൊണ്ട് ചെയ്ത പാപം, എൻ്റെ ഹൃദയത്തിൽ വന്നുപോയ പാപം, ഹൃദയത്തിൽ ചിന്തിച്ചു പോയ പാപത്തെ ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും ഈശോ കഴുകണം. തൻ്റെ ജീവനുള്ള ശരീരത്തിന്, ആ കുരിശിൽ കിടന്ന ജീവനുള്ള ശരീരത്തിൽ നിന്ന് ഒഴുകിയ ആ ജീവനുള്ള തിരക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണം, എൻ്റെ മനസ്സിനെ കഴുകണം, എൻ്റെ മനസ്സാക്ഷിയെ കഴുകണം. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങളുണ്ട്, എൻ്റെ മനസ്സാക്ഷിക്ക് ചേർന്നതേ ഞാൻ ചെയ്തുള്ളൂ. അവൻ്റെ മനസ്സാക്ഷിയിൽ എന്താ? അവൻ്റെ മനസ്സാക്ഷിയിൽ തെറ്റാണ്. ഈ അയോഗ്യതയോടെ കഴിക്കുന്ന ഭക്ഷണം ഈശോയുടെ തിരുശരീരത്തിലേക്ക് ചെല്ലുമ്പം അവൻ്റെ മനസ്സാക്ഷി നശിച്ചു. ആ നശിച്ച മനസ്സാക്ഷിയിൽ തോന്നുകയാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ട് അവൻ പറയും എൻ്റെ മനസ്സാക്ഷിക്ക് ചോദിച്ച് ചെയ്യണമെന്ന്. അതല്ല, അതൊക്കെ ഒത്തിരി 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 നാശമാണ്. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കണമെങ്കിൽ, നമ്മുടെ മനസ്സാക്ഷി നല്ലതാവണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സാക്ഷിയെ ഈശോയുടെ മുമ്പിൽ കൊടുക്കണം. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത ഒരു മനസ്സാക്ഷി നമ്മൾ കണ്ടുപിടിക്കണം. ദ്രോഹം ചെയ്യരുത്, നന്മ മാത്രം ചെയ്യുന്ന മനസ്സാക്ഷി നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിച്ചത് ഞാൻ പ്രവർത്തിച്ചു, എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ഞാനത് ചെയ്തു, അത് ശരിയെന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ അഴുക്ക് പിടിച്ച മനസ്സാക്ഷിയിൽ ശരിയെന്ന് തോന്നുന്നത് ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ അഴുക്ക് പിടിച്ച മനസ്സാക്ഷിയാണെങ്കിൽ അതിൽ ചിന്തിക്കുന്നതെല്ലാം തെറ്റല്ലേ? അതിലൂടെ ചിന്തിക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതൊക്കെ തെറ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയും? എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ആണ് ഞാനത് ചെയ്തത്, എൻ്റെ മനസ്സാക്ഷിക്ക് ചോദിച്ച വിധം ഞാൻ പ്രവർത്തിച്ചു. ഇത് ക്രിസ്ത്യാനികളായ നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, ഇത് സകല ജനങ്ങളും പഠിക്കണം. സകല ജനങ്ങളുടെ മുമ്പിലും ഇത് എത്തണം. മനസ്സിലായില്ലേ? എത്തണം. അത് നമ്മളാണ്, ക്രിസ്ത്യാനികളാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനിയാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ഒരാളെങ്കിലും ദൈവത്തിലേക്ക് അടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ എല്ലാവരോടും പറയുമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് വരുമ്പം അയലക്കത്തുള്ള ആരും നമ്മുടെ മേൽ വിരൽ ചൂണ്ടരുത്. അവളുടെ പോക്ക് കണ്ട, അവൾ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോണതാ. അങ്ങനെ ഒരു വാക്ക് നമ്മൾ ആരെ കൊണ്ടും പറയിപ്പിക്കരുത്. കാരണം അങ്ങനെ പറയുന്നത് എന്താ? ആ അയൽവക്കക്കാരന് ദ്രോഹം ചെയ്യുന്ന, 24 മണിക്കൂറും ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഞാനന്ന് പറയാം, നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് വരരുത്. അങ്ങനെ ഉള്ള ഒരാൾ പ്രാർത്ഥന ഗ്രൂപ്പിൽ വരണ്ട. പ്രാർത്ഥന ഗ്രൂപ്പിലെ ആളെ കൂട്ടാനല്ല. പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന ഗ്രൂപ്പ്, അല്ലാണ്ട് ഒരു വ്യക്തിക്കല്ല. ഈ അയോഗ്യതയുള്ള ആ ആളാണ് വന്ന് പ്രാർത്ഥന ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഈ അയൽക്കത്തുകാരൻ വിളിച്ചു പറയും, അവൾ ഇതാ പോണവള്, എവിടെ പോണതാ? പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോണതാ, പ്രാർത്ഥിക്കാൻ പോണതാ. അത് പറയിപ്പിക്കരുത്. അത് പറഞ്ഞുകൊണ്ട് ഒരാളും പ്രാർത്ഥന ഗ്രൂപ്പിൽ വരരുത്. അപ്പം നമ്മുടെ മനസ്സാക്ഷിയാണ്, നമ്മുടെ മനസ്സാക്ഷിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇനിയും ഒരുപാടുണ്ട്, അതൊക്കെ ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. കാരണം ഇത് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്കും ഒരു അസ്വസ്ഥതയായിരിക്കും. കേൾക്കത്തില്ല. ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാടുകയിരിക്കണേ. ഇത് നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾ യോഗ്യതയോടെ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കണം. ഈശോയുടെ ശരീരരക്തം അത് നോക്കിയേ, നിങ്ങളത് ഇതെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു നോക്കിയേ, ഒരു പ്രത്യേക അനുഭവമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു പ്രത്യേക സുഖമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ.
ഒത്തിരി രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഞാൻ എന്നെ ആരാണെന്നും ഞാൻ എന്താണെന്നും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാരണം ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തുള്ളത് പൈശാചിക ശക്തിയാണ്, പിശാച. അതും നിങ്ങൾ അറിയണം. അതറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇതിന് രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക, നിങ്ങളുടെ മനസ്സിനെ കൊടുക്കുക, പ്രാർത്ഥിക്കുക, വിടുതലട്ടെ. അടുത്തൊരു കാര്യമുണ്ട്, അഞ്ചാമത്തെ ഒരു കാര്യം. നമ്മൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ണിനെ കൊടുക്കുക, കാതിനെ കൊടുക്കുക, നാവിനെ കൊടുക്കുക, മനസ്സിനെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? നമ്മോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ഈശോ പറഞ്ഞങ്ങനെ? ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോകാനാ പറഞ്ഞേക്കണേ, നീ പോയി രമ്യതപ്പെടാനാ പറഞ്ഞേക്കണേ, ഇല്ലേ? മത്തായിയുടെ സുവിശേഷം 5:23 എന്താ അതിനകത്ത് പറയണേ? നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വലിയൊരു വലിയ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഈ പറഞ്ഞേക്കണേ. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഒന്ന് നോക്കിയേ, നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വായിക്കുക. 5:23 എടുക്കുക. മത്തായിയുടെ സുവിശേഷം 5:23 എടുത്ത് നോക്ക്. നിന്റെ സഹോദരനെ, ഇല്ലേ, നിന്നോട്. ആർക്കാ നമ്മളോട് വിരോധം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അവർക്ക് വിരോധമുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ആ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. ആ സഹോദരനെ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കണം, ഇല്ലേ? അതാണ് ബലി അർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈശോയോട് പറയാം, ഈശോയെ, എന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ആ വ്യക്തിയെ ഈശോയുടെ കുരിശിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ സമർപ്പിക്കണം ആ വ്യക്തിയെ. അത് ആരും ആയിക്കോട്ടെ, നമുക്കറിയത്തില്ല, ആ വ്യക്തിയെ നമുക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ നമുക്ക് അവരോട് ചെന്ന് മാപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മളോട് വിരോധം അവർക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണേ? അപ്പോൾ ആർക്കെങ്കിലും, നമുക്കറിയില്ലാത്ത ആർക്കെങ്കിലും നമ്മളോട് വിരോധമുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ കുരിശിലേക്ക് സമർപ്പിക്കാം. എന്നിട്ട് അടുത്തത്, ആ വ്യക്തിയെ എന്ത് ചെയ്യണം? ബലിപീഠത്തിലേക്ക് സമർപ്പിക്കണം. ആ വ്യക്തിയെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കണം. ആ ബലിപീഠത്തിൽ ആ വ്യക്തി ഉണ്ടാവണം. ആ വ്യക്തിക്ക് വേണ്ടിയായിരിക്കണം ഈശോയുടെ ബലിയർപ്പണം. മനസ്സിലായില്ലേ? ആ വ്യക്തിക്ക് വേണ്ടിയായിരിക്കണം ഈശോയുടെ ബലിയർപ്പണം നടക്കേണ്ടത്. നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ? വല്ലവർക്കും വേണ്ടി ബലി അർപ്പിക്കപ്പെടാൻ, ഈശോയുടെ ബലിയിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം, നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാതെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് അവനോട് ശ്രമിക്കുക, അവനെ ബലിപീഠത്തിലേക്ക്. ഇത്രയും വലിയ അവസ്ഥ നോക്കി, നമുക്ക് നമ്മളെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെ ബലിപീഠത്തിലേക്ക് അർപ്പിക്കണേ? നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ അവനെയാണ് നമ്മൾ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ യോഗ്യത. നമ്മൾ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ എത്ര കാര്യം നടന്നു? എന്തെല്ലാം കാര്യം നടന്നു? അതിൽ ഏറ്റവും വലിയ കാര്യമല്ലേ നമ്മളോട് വെറുപ്പുള്ളവന് എന്ത് ചെയ്യുക? ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുക. ആ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി ആരായാലും അവനും ഈശോയുടെ മകനാവും, അല്ലെങ്കിൽ അവൻ ഈശോയുടെ അവൾ ഈശോയുടെ മകളാവും. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ചെയ്യുമ്പം ആണ് ഇതിനകത്ത് നമ്മുടെ ബലിയിൽ പൂർണ്ണത വരത്തുള്ളൂ. എന്നിട്ട് ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ എൻ്റെ അനുദിന പാപങ്ങളെ ഞാൻ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിച്ചു. ഈശോയുടെ ആ ജീവനുള്ള ശരീരത്തിൽ നിന്നും, ഈശോ ഒത്തിരി പീഡകൾ സഹിച്ചാണ് മരിച്ചത്, ശരീരത്തിൽ നിന്ന് അടിച്ച്, ഇത് നമ്മൾ കാണുന്ന ഒരു ഈശോയുടെ രൂപം എത്ര സുന്ദരമാണ്.
5 മുറിവുള്ള, ഇല്ലേ, അഞ്ച് മുറിവുള്ള ശരീരമാണ് നമ്മൾ കാണുന്നത്. അതല്ല ഈശോയുടെ ശരീരം, അതല്ല ഈശോയുടെ പീഡ. ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പം ഞാൻ അവിടെ ഈശോയുടെ ഒരു രൂപം കണ്ടു. അത് ഞാൻ പറിച്ചെടുക്കാൻ വേണ്ടി പഠിച്ചാൽ വേണ്ടി നോക്കി, നടന്നില്ല. അതിനകത്ത് ഈശോയുടെ കണ്ണ്, ഈശോയുടെ ഇറച്ചി, മാംസങ്ങൾ, ശരീരത്തിലുള്ള മാംസങ്ങളെല്ലാം പറഞ്ഞിരിക്കണേ. ശരീരത്തിൽ നിന്നുള്ള മാംസം എല്ലാം പറഞ്ഞിട്ട് പോയിക്കണേ, പറിച്ചിങ്ങോട്ട് എടുത്തേക്കുക. കണ്ണൊരെണ്ണം തുറിച്ച് കിടക്കുക, തൂങ്ങിക്കിടക്കുക. കാരണം അത്രയും മാരകമായിരുന്നു ഈശോ അനുഭവിച്ച വേദന, ഈശോ അനുഭവിച്ച പീഡാസഹനം. അതായത് ചമ്മട്ടി കൊണ്ട് അടിക്കണം. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടുണ്ടാവാം, എനിക്ക് കേട്ടിട്ടുണ്ടാവും. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ കുറേ കുളത്ത്, കത്തി, മൂർച്ചയുള്ള കുറേ ആയുധങ്ങൾ, ഇതെല്ലാം ഓരോ ശിഖരത്തിൽ, ഓരോ വള്ളിയിൽ ചുറ്റിയിട്ടാണ് അതിങ്ങനെ ചുഴറ്റി വലിച്ചടിച്ചിട്ട് വലിച്ചിങ്ങോട്ട് എടുക്കുക. അപ്പം അതൊക്കെ നമ്മുടെ മേത്ത് എവിടെ വന്ന് കയറണോ അത് പറിക്കുമ്പം അത്രയും മാംസം അവിടെ നിന്ന് പറഞ്ഞു പോരുക. ഒരു ഭീകരമായ ഒരു രൂപമായിരുന്നു അത്. ഞാനത് എടുത്തുമുട്ടാൻ നോക്കിയിട്ട് പറ്റിയില്ല, അത് കീറി പോന്നില്ല. അപ്പം അതാണ് ഈശോ. ആ ഈശോയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാമെന്ന് വിശുദ്ധ കുർബാനയിലൂടെ. ആ വിശുദ്ധ കുർബാനയെ നമ്മൾ അവഹേളിക്കരുത്. അത്രയും വേദന എടുത്ത് നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്, നമുക്ക് വേണ്ടിയാണ് ആ വേദന ഈശോ സഹിച്ചത്. ആ വേദനയെ ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത്, ഒരിക്കലും നമ്മൾ അത് അനുഭവിക്കാതെ പോകരുത്. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈ യോഗ്യത നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അത് ഈ ബൈബിളിൽ പറഞ്ഞ പോലെ, ഈ സുവിശേഷത്തിൽ പറഞ്ഞ ഈ 1 കൊരിന്ത്യസിൽ പറഞ്ഞ പോലെ അയോഗ്യതയോടുകൂടെ ഭക്ഷിക്കും ചെയ്യരുത്. വളരെ വളരെ സ്നേഹത്തോട് തന്നെ പറയണം. ഇനിയെങ്കിലും ഇത് ശ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരും അത് ആ ഈശോയുടെ ശരീരരക്തം അയോഗ്യതയോടെ ഭക്ഷിക്കരുത്. കാരണം അത്രയും പീഡകൾ സഹിച്ചതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് ഒരാളെങ്കിലും യേശുവിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ക്രൈസ്തവൻ, അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. മനസ്സിലായില്ലേ? അതാകണം ക്രിസ്ത്യാനി. അല്ലാതെ മറ്റുള്ളവന് തെറിയും പറഞ്ഞ് അവൻ്റെ കുടുംബത്തിൽ നാശമുണ്ടാക്കി അവൻ്റെ കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിൽ തകർക്കാൻ പറ്റുമോ, പരദൂഷണം പറഞ്ഞ് ആ കുടുംബത്തെ നശിപ്പിക്കുക, ആ വ്യക്തിയെ, അതല്ല ക്രിസ്ത്യാനി. അത് ക്രിസ്ത്യാനിക്ക് യോജിച്ച പണിയല്ല. അയൽവക്കക്കാരനെ ഏറ്റവും അടുത്ത് കിടക്കണം, നമുക്കൊരു ആപത്ത് വരാൻ ഓടി വരാനുള്ളവണ് അയൽവക്കക്കാരൻ. ആ അയൽവക്കക്കാരൻ ദ്രോഹിക്കരുത്. അങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ അവൻ എല്ലാവരിലും ശപിക്കപ്പെട്ടവനായിരിക്കും. മനസ്സിലായില്ലേ? സഹോദരന് വഴി കൊടുക്കാത്തവൻ, മറ്റുള്ള സഹോദരങ്ങൾക്ക് കടന്നു പോകാൻ വഴി കൊടുക്കാത്തവൻ, അവൻ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ ശാപമാണ്, ദൈവത്തിന്റെ ശാപമാണ് അവൻ. അവനും വന്ന് നിൽക്കും ഏറ്റവും മുമ്പിൽ. അവനായിരിക്കും ഏറ്റവും മുമ്പിൽ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പം അയൽക്കാരൻ്റെ വഴി അടയ്ക്കുക, വഴിക്ക് തടസ്സം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞു വരുത്തുക, അവനെ ദ്രോഹിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഇല്ലേ? എന്നിട്ടും അവൻ ക്രിസ്ത്യാനിയാന്ന് പറയും, എന്നിട്ട് അവൻ കുമ്പസാരിക്കും, എന്നിട്ട് അവൻ കുർബാന സ്വീകരിക്കും, എന്നിട്ട് അവൻ ഭക്തിയോടെ വന്ന് ദേവാലയത്തിൽ വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കും. എന്നിട്ട് ഈ ശാപം അയോഗ്യതയോടെ അവൻ ഭക്ഷിക്കുമ്പോൾ അവന് വരുന്നത് രോഗമാണ്. അവൻ്റെ ആത്മാവ് നശിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ക്രിസ്ത്യാനികളാണോ, നിങ്ങൾ സഹോദരന് ഇടർച്ച ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പള്ളിയിൽ പോകരുത്, ദൈവത്തെ ഓർത്ത് ബലിയർപ്പിക്കാൻ നിങ്ങൾ പോകരുത്. സഹോദരനെ ദ്രോഹിക്കുന്ന, അവൻ അയലക്കത്തിരുന്നു കൊണ്ട് അവനെ ദ്രോഹിക്കുന്ന ഒരുവനും ദേവാലയത്തിൽ പോകരുത്, ഒരുവനും ആ ബലി സ്വീകരിക്കുകയും ചെയ്യരുത്. ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഈ പാവങ്ങളെല്ലാം, കണ്ണുകൊണ്ട് കണ്ട പാവം, കാതുകൊണ്ട് കേട്ട പാവം, നാവ് കൊണ്ട് പറഞ്ഞ പാവം, മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയ പാവം, അതിലുപരിയാണ്
ഉപരിയായി നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരെ കൂടി ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുക, അവരെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് ഈശോയോട് പറയുക, അങ്ങയുടെ ആ ശരീരത്തിൽ നിന്ന് ഒഴുകിയ, ജീവനുള്ള ശരീരത്തിൽ നിന്ന് ഒഴുകിയ ജീവനുള്ള തിരുരക്തത്താൽ എൻ്റെ അനുദിന പാവങ്ങളെ കഴുകണമേ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ബലിയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ ദിവസവും ഇത് ആവർത്തിക്കണം. ഇത് ചൊല്ലിയിട്ടേ നിങ്ങൾ ഇത് ഏൽപ്പിച്ചിട്ടേ നിങ്ങളുടെ പാവങ്ങൾ ഈശോയുടെ മുമ്പിൽ വിട്ടുകൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബലിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ല എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ അനുദിന പാവങ്ങളെ കഴുകിക്കളയണം, അത് ഈശോയ്ക്ക് കൊടുക്കണം. അതാണ് പാവമോചനം. ഇത് കുമ്പസാരിച്ചുകൊണ്ട് കിട്ടത്തില്ല. എന്താണ് ഒരു പാവം പറഞ്ഞത്? എന്ത് പാവമാണ്? കുമ്പസാരിക്കാൻ പറയുമ്പം നമ്മുടെ എങ്ങനത്തെ പാവം? മൂലപാവം, മാരകപാവം. ഈ മാരകപാവം കുമ്പസാരിച്ചു എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മാരകമായ പാവം, ഈ മാരകമായ പാവമാണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത്. അപ്പോൾ കുമ്പസാരിച്ചത് കൊണ്ട് ആ പാവം പോകുമെന്ന് എനിക്ക് തോന്നണില്ല. കുമ്പസാരിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെ, ഈ ഈശോയുടെ ശരീരത്തെ യോഗ്യതയോടെ സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ എതിർക്കാൻ പോകുന്നില്ല. അത് അവരുടെ ഡ്യൂട്ടി, അത് അവർക്ക് അറിയാവുന്ന കാര്യം അവർ നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നല്ലതെന്ന് തോന്നാൽ അത് സ്വീകരിക്കുക. ഇപ്പം ഇതിനു വേണ്ടി എന്നോട് ആൾക്കാർ ചീത്ത പറഞ്ഞാലും പോസ്റ്റ് ഇട്ടാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. എന്നെ ബാധിക്കുകയില്ല ഈ വിഷയങ്ങളൊന്നും. എനിക്കിതിന് ആരോട് സമാധാനം പറയാനും എനിക്ക് താല്പര്യം. എനിക്ക് അറിയാവുന്ന ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒറ്റ കാര്യം മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ. അതായത് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പം മിക്കവാറും എൻ്റെ കവിള് കടിക്കും. അതിൻ്റെ കൂടെ മിക്കവാറും എൻ്റെ നാവിൻ്റെ കോണിലൊരു വേദനയുണ്ടാവും, ഒരു തരിപ്പുണ്ടാവും. ഇത് രണ്ടും ഞാൻ കഴിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തി. അത് രണ്ട് ആ നിമിഷം ഞാൻ എൻ്റെ നാവിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആ നിമിഷം തന്നെ അത് രണ്ടും എന്നിൽ നിന്ന് മാഞ്ഞു പോകും, രണ്ടും ഇന്ന് വിട്ടുപോകും. അതുപോലെ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം അത് സ്വീകരിക്കുമ്പോൾ എന്നിൽ നിന്ന് അത് വിട്ടുപോകും. അതാണ് വിശുദ്ധ കുർബാന, അതാണ് യോഗ്യതയിലൂടെ കഴിക്കുന്ന വിശുദ്ധ കുർബാന. നിങ്ങളിതിങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങൾക്കും അത് നാളെ അനുഭവിക്കാം. അല്ലാതെ ഞാനീ പറഞ്ഞതിനകത്ത് കുറ്റം പറയാനോ അതിനകത്ത് മോശമായ കാര്യങ്ങൾ പറയാനോ വിധിക്കാനോ ഒന്നും ആരും വരണ്ട. ഞാൻ അതൊന്നും അതിന് ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ അതിനൊന്നും മറുപടി തരുകയില്ല. നിങ്ങൾക്ക് യോഗ്യമെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അത് ചെയ്യാം. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും ഇല്ലേ? അതായത് അവൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും എന്നത് വലിയൊരു കാര്യമാണ്. ഞാനൊരു വചനം എടുത്തു കാണിച്ചു തരാം. ഒരു വ്യക്തി മരിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും ഇല്ലേ? അതല്ലേ ചോദ്യം. അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എന്ന് പറയുന്നത്, ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞ് ഇല്ലാതാകും. ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും, നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർക്കുകയുമില്ല. അതായത് അത് മാഞ്ഞു പോകും, മേഘശകലങ്ങൾ പോലെ മാഞ്ഞു പോകും. മനസ്സിലായോ? ആ ആത്മാവ് എന്ത് ചെയ്യും? ഇതെന്ന് പറയണേ ശൂന്യമാകും, വായു പോലെ അലിഞ്ഞ് ഇല്ലാതാകും. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവിന് സംഭവിക്കുകയാണ്, അത് അലിഞ്ഞ് ഇല്ലാതാവും. മനസ്സിലല്ലേ? അതവിടെ ശൂന്യമാകുക. അല്ലാണ്ട് ആ ആത്മാവ് ഒന്നും സംഭവിക്കുകയില്ല, വേറെ ഒന്നും സംഭവിക്കുകയില്ല. അത് ശുദ്ധീകരണ സ്ഥലത്തിലേക്കോ അങ്ങനെ ഒരു സ്ഥലവും ഇതിനകത്ത് പറയുന്നില്ല. അതൊക്കെ സഭയുടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സഭയുടെ ഇതാണ്. പക്ഷേ ആത്മാവിന് സംഭവിക്കുന്നത് മരിച്ചാൽ
ഇനി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം, ആ ജീവനില്ലാത്ത ശരീരം മണ്ണിലേക്കോ അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കുകയോ ചെയ്യുമ്പോൾ, ഈ രണ്ട് കർമ്മമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തിയെ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് മാറ്റുന്നത് വരെ, കുഴിയിലേക്കാണ് വെക്കണമെങ്കിൽ ആ കുഴിയിലേക്ക് വെക്കുന്നവരെ ആ ആത്മാവ് ആ ബോഡിയുടെ കൂടെ ആ ശരീരത്തിൻ്റെ അടുത്ത് ഉണ്ടാകും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തീയിലേക്കാണ് ദഹിപ്പിക്കുകയാണെങ്കിൽ ആ ശരീരം തീയിലേക്ക് വെക്കുന്നത് വരെ, തീ പടരുന്നവരെ ആ ആത്മാവ് ആ ശരീരത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ അറിയുമ്പോൾ സൂക്ഷിക്കുക. അവരിത് കണ്ടുകൊണ്ടിട്ടുണ്ടാവും, അവരിത് കാണും, അവരടുത്തുണ്ടാവും. എന്നിട്ട് അത് വെച്ച് കഴിയുമ്പം ആ ആത്മാവ് വിട്ടുപോവുക. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിതൊരു നല്ല ഒരു അനുഭവമാക്കി നിങ്ങൾ മാറ്റി ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മളെല്ലാവരും പോകണം. ഞാൻ പിന്നെയും പറയാണ്, ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയാനോ എന്നെ കുറ്റം പറയാനോ ഒന്നും നിങ്ങൾ മെനക്കെടരുത്. എനിക്കതൊരു ബാധകമല്ല, എനിക്ക് അതിനകത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാനിതിനകത്ത് ഒന്നും പെട്ടില്ല. എനിക്കറിയാവുന്ന, ഞാൻ അനുഭവിക്കുന്ന ഈശോയെ, ഞാൻ രുചിച്ചറിയുന്ന എൻ്റെ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവപ്പെടുന്ന ആ വലിയ സത്യത്തെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഇത് തള്ളിക്കളയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.